ബ്രഷ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹായ്, ഐ എം ഡോക്ടർ അനീസ, യുവർ സ്മൈൽ ഡോക്ടർ. ഒന്നാമത്തെ കാര്യം, ഈ കാണുന്ന പോലെ അമർത്തി ബ്രഷ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ പല്ല് വെളുക്കാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഇനാമൽ പോവും, കൂടുതൽ പല്ലുകുളിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, ഹാർഡ് ബ്രഷുകൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ പല്ല് സെറ്റൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും മീഡിയം അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ട് സോഫ്റ്റ് ബ്രഷ് വേണം ഉപയോഗിക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം, ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യണം. അല്ലാതെ ഈ കാണുന്ന പോലെ നിങ്ങളുടെ ബ്രഷ് എത്തുന്നവരെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പല്ലിൽ ക്ലീനിങ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നാലാമത്തെ കാര്യം, ഹൊറിസോണ്ടൽ ആയിട്ട് ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. ഈ ഒരു മോഷനിൽ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഇനാമൽ പോയിട്ട് സെർവൈക്കൽ അബ്രേഷൻ പോലെയുള്ള ലീഷൻസ് ഡെവലപ്പ് ആവും. അതുപോലെ മോണ ഇറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗുലേഷനിൽ അതല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ കൊടുത്തിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന പോലെ ബ്രഷിന്റെ ഫുൾ ലെങ്തിൽ പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പതപ്പിച്ച് ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും പല്ല് പെട്ടെന്ന് ക്ലീൻ ആയി നല്ല ഷൈൻ വന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു പീ സൈസ് എമൗണ്ട് വേണം ടൂത്ത് പേസ്റ്റ് എടുക്കാനായിട്ട്. എന്നിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 മിനിറ്റ് ബ്രഷ് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ഷിഫ ഡെന്റൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.